Hi, welcome to Travel Diary. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. എൻ്റെ മോള് 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇവിടെ ഞങ്ങൾ ചേർത്ത് അപ്പം ഈ നാളെ തൊട്ട് മോൾക്ക് സ്കൂൾ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇവിടെ ഓൾറെഡി സ്കൂളൊക്കെ തുറന്നു. അത് കാരണമാണ് ഈ ബാഗിനകത്ത് വലിയ സംഭവമായിട്ടൊന്നുമില്ല. ബാഗ് ഒരു ക്യൂരിയോസിറ്റി, അതിൻ്റെ വിലയുടെ കണ്ടിട്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ബാഗിൻ്റെ യഥാർത്ഥ വില 240 euro ആണ്. ഇവിടെ സ്കൂൾ തുറന്ന് ഒരു മാസത്തിൽ കൂടുതലായി. അത് കാരണം ഇത് ഓഫറിൽ വന്നിരിക്കുക. അതായത് ഈ വർഷത്തെ ഓഫേഴ്സ് അല്ലല്ലോ അടുത്ത വർഷം വരുന്നത്. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഇത് 80 യൂറോയ്ക്ക് ഓഫറിൽ കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 240 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 20,000 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. അപ്പം നമുക്ക് ബാഗ് കാണാം. അപ്പം നമുക്ക് ബാഗ് കാണാം. നിങ്ങളെക്കാട്ടിലേറെ ക്യൂരിയോസിറ്റിയോടെ നിൽക്കുന്ന സാൻഡയാണ്. സാൻഡ എങ്ങനെയെങ്കിലും ഈ ബാഗ് തുറന്ന് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതി വെച്ചിരിക്കുക. നമുക്കതൊരു വീഡിയോ ഇത് കാണാം, ബാഗ് കാണാം. ഓക്കെ, ഇനി സാൻഡയെ നമ്മൾ ദേഷ്യം പിടിപ്പിച്ചാൽ അവൾ ചിലപ്പം ഈ വീഡിയോ ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് പറയും. ഇതിനകത്ത് കുറേ കിറ്റുകളുണ്ട്. അതായത് ഇവിടുത്തെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടുന്നത്. കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇത് ജിംനാസ്റ്റിക് ബാഗാണ്. ഇവിടെ നമ്മളുടെ സ്കൂളിൽ PT ചെയ്യാം, നാട്ടിലെ PT എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ടുള്ള ബാഗ്. അതായത് അവരുടെ എന്താ പറയുക, അവർക്ക് കളിക്കുന്നതിന് വേണ്ടുന്ന ഡ്രസ്സ്, ചെരുപ്പ്, ആ സാധനങ്ങളെല്ലാം ഈ ബാഗിലാണ് അവർ സ്കൂളിൽ കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പെൻസിൽ ബോക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇത്. ഇവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെതാണെന്ന് ഓർക്ക് തോന്നും. ഇതിനകത്ത് എന്താ പറയണ്ടേ, ഇതിനകത്ത് 2 സാധനം മിസ് ചെയ്യുന്നുണ്ട്. ഒരു സിസറ്, പിന്നെ ഗമ്മ് ഒക്കെ ഇതിനകത്ത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കെച്ച് പെന്ന്. അതിന് വേണ്ടിയിട്ട് അടുത്ത ബോക്സാണ്. അതിന് അടുത്തായിട്ട് ഒരു ചെറിയ പൗച്ചും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പെൻസിൽ പൗച്ചാണ്. ബാഗിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ബാഗിനകത്ത് ഒരു 2 ഉറയുണ്ട്. ഇവിടെ അവരുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വീണ്ടും അവരുടെ മണി ബാഗ് ഇത് ചെയ്യുന്നത്, ID, ഇതൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് ഈ ബാഗിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരുടെ നട്ടലിന് അവർ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ള പ്രത്യേകതരം ഒരു സാധനമാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഇവിടെ ഒരു ഇതുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ടഫാണ്. പിള്ളേരുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ചെറിയൊരു ബട്ടൺ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഈ ബട്ടൺ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സൈസ് വലുതാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മോൾ നല്ല ചെറുതാണ്, അവൾക്കിപ്പോൾ ഇത് ഓക്കെയാണ്. ഇച്ചിരി വലിയ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഈ M സൈസിൽ L സൈസിൽ വെച്ചിട്ട് അവരുടെ നട്ടലിന് ഒരുപാട് ബുക്സും ഒരുപാട് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ, അപ്പം അതിന് നട്ടലിന് സപ്പോർട്ട് കൊടുക്കാൻ ആണെന്നാണ് അവരിവിടെ കാണിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഇവിടുത്തെ പിള്ളേരുടെ ബാഗിൻ്റെ ഏറ്റവും നല്ല അതായത് നമ്പർ 1 കമ്പനികളിൽ ഒന്നാണ് സ്കൗട്ട് എന്ന ഈ കമ്പനിയുടെ പേര്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.